ഈ ഒരു പെട്രോൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പാറക്കല്ലിനെ ഒട്ടിക്കാൻ പോകുന്നത്. ആ ഒരു വലിയ തെർമോക്കോൾ പോലും വളരെ സിമ്പിളായിട്ട് ഈ താപ്പോട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. ഒരു കാരണവശാലും ഇത് ഒട്ടത്തില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പാറക്കല്ല് ഈ ഒരു പശ വെച്ച് പൊട്ടിക്കും. നമ്മുടെ ആ ഒരു പെട്രോൾ കൊണ്ടുള്ള പശ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാറക്കല്ല് ഒട്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പശ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടേബിളിൽ പുറത്തിരിക്കുന്ന ഈ 2 കല്ലുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു കല്ലുകൾ ഒരു കാരണവശാലും ഒരു പശ വെച്ചും ഒട്ടത്തില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാറക്കല്ലുകൾ. അപ്പം ഈ ഒരു പാറക്കല്ല് പോലും ഒട്ടിക്കാൻ കഴിയുന്ന ഒരു പശ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് വലിയ ചിലവൊന്നും വരത്തില്ല, ഒരു 10-20 രൂപ മാത്രം ചിലവ് വരത്തുള്ളൂ. ആ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ വരെ ഒട്ടിക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊട്ടിപ്പോയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് വരെ ഒട്ടിക്കാൻ ശേഷിയുള്ള ഒരു പശ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെ പമ്പിൽ കിട്ടുന്ന കുറച്ച് മാത്രം പെട്രോൾ. ഇത് ഏകദേശം ഒരു 20 രൂപയുടെ മാത്രം പെട്രോളാണ്. ഈ ഒരു പെട്രോൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പാറക്കല്ലിനെ ഒട്ടിക്കാൻ പോകുന്നത്. പക്ഷേ പെട്രോൾ മാത്രം പോരാ, ഈ പെട്രോളിനോട് കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ താഴെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ തെർമോക്കോൾ. നമ്മുടെ വീട്ടിൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളിൽ മിച്ചം വരുമ്പം എടുത്ത് കളയുന്നൊരു സാധനമാണ് ഈ തെർമോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തെർമോക്കോളും പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാറക്കല്ല് വരെ ഒട്ടിക്കാൻ പറ്റും ശേഷിയുള്ള ഒരു പശ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു പശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലും ഇത്രയും വലിയൊരു തെർമോക്കോൾ നമുക്ക് വേണ്ട. ഈ തെർമോക്കോളിൽ നമുക്ക് ചെറുതായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു കത്തി കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കത്തി വെച്ച് നമ്മളിതേ ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പം ഇതിനകത്ത് ഒരു 2-3 പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് അത്രയും മാത്രം മതിയാകും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചിലക്കൊക്കെ അറിയാമായിരിക്കാം, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണേ. ഈ ഒരു 3 പീസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ പെട്രോൾ ഒഴിക്കാനായിട്ട് നമുക്ക് ഉപയോഗശൂന്യമായ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ളൊരു പാത്രം. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പെട്രോൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. അത്യാവശ്യം ഒരു 10 രൂപയുടെ പെട്രോൾ മാത്രം, അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ പെട്രോൾ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് ഞാൻ ഈ ഒരു തെർമോക്കോൾ ഒന്ന് ചുമ്മാ വെക്കാൻ പോവുകയാണ്. ഇനി ഉണ്ടാകുമ്പോൾ ആ ഒരു അത്ഭുതം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോ. അതിന് ജസ്റ്റ് ചെറിയൊരു പീസിനെ എടുത്തിടാമേ. ഇതേണ്ടോ, നമ്മൾ ഈ ഒരു തിളച്ച എണ്ണ കിടക്കുന്ന സാധനം ഉരുകി പോകുന്നതിൻ്റെ വിട്ട് നമ്മുടെ ഒരു തെർമോക്കോൾ ഉരുകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കുറേശ്ശെ പൊട്ടിച്ച് ചുമ്മാ ഇട്ട് കൊടുക്കാം. വെറുതെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ അത് അലിഞ്ഞ ആ ഒരു പെട്രോളിനകത്തേക്ക് ചേരുന്നുണ്ടാവും. ഇതുപോലെ നമുക്ക് മുഴുവൻ എത്ര വലിയ തെർമോക്കോൾ പീസാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ അലിച്ച് ചേർക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ഈ ഒരു വലിയ പീസാണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നോക്കി നമ്മൾ ഈ ഒരു പെട്രോളിനകത്തേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ അതിനെ പതിയെ പെട്രോൾ ഇല്ലായ്മയാക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. ആ ഒരു വലിയ തെർമോക്കോൾ പോലും വളരെ സിമ്പിളായിട്ട് താപ്പോട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിനെ മുഴുവനായിട്ടും കളയുന്നില്ല, നമുക്ക് ഈ ഒരു പൊട്ടിച്ച് വെച്ചിരിക്കുന്ന തെർമോക്കോൾ തന്നെ ഇതിനകത്തേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ കുറച്ചധികം ഈ ഒരു തെർമോക്കോൾ നമ്മുടെ പെട്രോളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം കേട്ടോ. ഈ ഒരു മൂലയിലേക്ക് നമ്മുടെ പശ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ, നമ്മുടെ നല്ല അടിപൊളി പശയാണ് ഇരിക്കുന്നതാണല്ലോ, നല്ല കുഴഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാറക്കല്ല്, നമ്മൾ 2 പാറക്കല്ല് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാറക്കല്ല് നമുക്കറിയാലോ ഒരു കാരണവശാലും ഇത് ഒട്ടത്തില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പാറക്കല്ല് ഈ ഒരു പശ വെച്ച് പൊട്ടിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാറക്കല്ലിന് മുകളിലേക്ക് കുറച്ച് പശ എടുത്ത് വെക്കാം കേട്ടോ. നല്ല ജെല്ല് രൂപയാണ് ഇരിക്കുന്നത്. നമ്മൾ കയ്യിലൊന്നും പറ്റിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം പെട്രോളും ഈ ഒരു തെർമോക്കോൾ ആയതുകൊണ്ട് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. കഴിയാൻ അങ്ങ് പൊക്കോളും, പക്ഷെ എന്നാലും കയ്യിലൊന്നും പറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതെ, നമ്മൾ ഒരു കല്ലിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ജസ്റ്റ് വെച്ചിട്ട് ഈ ഒരു പാറക്കല്ലെടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ് കേട്ടോ. ഒന്ന് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5-6 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റോളം നമുക്കൊന്നിനൊന്ന് നല്ലതൊന്ന് ഉണങ്ങുന്ന രീതിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലും നമ്മുടെ ഒരു പാറക്കല്ല് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഒട്ടട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്കിത് ഈ ഒരു പാത്രം കണ്ടോ, ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം 2ആയിട്ട് പൊട്ടി മാറിയ പാത്രമാണ്, നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഒരു ടാങ്കായിട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള ടാങ്കിന് ചവിട്ടിലോ മുകളിലോ എവിടെയെങ്കിലും ഒരു പൊട്ടൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഈ ഒരു ടാങ്കിന് എവിടെയെങ്കിലും ഒരു പൊട്ടൽ സംഭവിച്ചാൽ, ടാങ്ക് എന്നല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്ലാസ്റ്റിക്കോ ഇരുമ്പോ പാത്രമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് ടാങ്കാണെന്ന് വിചാരിച്ച് നമുക്ക് ഇതിനൊന്ന് ചേർത്ത് പിടിക്കേണ്ട. ഈ ഒരു മുകളിലായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പശ കുറേശ്ശെ എടുത്ത് നമ്മുടെ ഈ ഒരു പൊട്ടിയ ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇപ്പം നമ്മുടെ പശ ഇച്ചിരി ഒന്ന് അത് ഉറച്ചു പോയി. നമുക്ക് ഉറക്കുന്നതിന് മുമ്പ് വേണം അത് എടുക്കാൻ. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് കോരി ഒന്ന് വെക്കുകയാണ് കേട്ടോ.
അതിനുശേഷം നമുക്കതിനെ ആ ഒരു പൊട്ടിയ ഭാഗത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു പാത്രം നമ്മൾ ആദ്യം കണ്ടു കാണും, നല്ല രീതിയിൽ തന്നെ വലിയ പൊട്ടലാണ്. ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം പിടിക്കാനോ ഒന്നും സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഈ ഒരു പൊട്ടൽ കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം പിടിച്ച് കാണിക്കും. ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് നിങ്ങൾ പുറത്തു പോലും പോകത്തില്ല കേട്ടോ. ഇത് ഇവിടെ നിങ്ങളുടെ മുമ്പേ കാണും വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോള് പോലും ഇപ്പോൾ ഈ ഒരു പശ വെച്ച് അടഞ്ഞിട്ടുണ്ട്. ഇത് അപ്പം കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു പശ വെച്ച് തന്നെ ആ ഒരു ഹോൾ മുഴുവനായിട്ട് അങ്ങ് അടയ്ക്കുകയാണ്. അന്നേരം നമ്മൾ നമ്മുടെ ആ ഒരു പെട്രോൾ പശ വെച്ച് നമ്മുടെ ഒരു പാറക്കല്ലും അതുപോലെ തന്നെ നമ്മുടെ ഒരു പാത്രവും ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ഉടുപ്പിൻ്റെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പെട്രോൾ നമ്മുടെ ദേഹത്തേക്ക് മറിഞ്ഞിട്ട് നമ്മുടെ ഈ ഉടുപ്പൊന്ന് ജസ്റ്റ് മാറേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെ നമ്മൾ ഒരു അരമണിക്കൂറായി കാണുന്നത് രണ്ടും ഒട്ടിച്ച് വെച്ചിട്ട്. ഇപ്പം ഞാൻ ആദ്യം ഈ ഒരു പാറക്കല്ല് കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഞാൻ കാണിച്ചുതരാം. നമ്മൾ രണ്ടായിട്ട് പൊട്ടി മാറിയ ഒരു പാത്രമായിരുന്നു. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ഹോൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ അടച്ചു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലീക്ക് ആവുമല്ലോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതും കാണാൻ പറ്റും, നമ്മൾ ഈ ഒരു പച്ചവെള്ളം തന്നെയാണ് അതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പൊക്കി കാണിക്കാം. ഇതിന് അടിഭാഗത്തു നിന്നും ഒരു തുള്ളി വെള്ളമെങ്കിലും താഴേക്ക് വീഴുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ആയിരുന്നു ആ പൊട്ടി മാറിയിരുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു മൂലയ്ക്കായിരുന്നു ആ പൊട്ടി മാറി, ഇവിടെ ഒട്ടും ഇല്ലായിരുന്നു. അവിടെ വരെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അകത്തോട് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും ആ മൂലയിൽ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ വരെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ പോലും നമുക്കിതിനെ ഇച്ചിരി വൃത്തികേടായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു സാൻഡ് പേപ്പർ വല്ലതും വെച്ച് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ലെവലിലേക്ക് നമ്മുടെ ഈ ഒരു ലെവലിലേക്ക് മാറും. പിന്നെ ഒരു കാര്യം പേടിക്കാൻ വേണ്ട, നമ്മുടെ ഈ ഒരു വെയിലടിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് തോന്നും വെയിലടിക്കുമ്പോൾ വീണ്ടും ഇത് പെട്രോൾ കത്തുമെന്നുള്ള കാര്യം. ഒരിക്കലും കത്തത്തില്ല. പെട്രോൾ നിർവീര്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ തെർമോക്കോൾ അതിനകത്ത് കലിയുന്നത്. അപ്പം എത്രയൊക്കെ വെയിലടിച്ചാലും ശരി അത് പൊട്ടി മാറത്തില്ല, അല്ലെങ്കിൽ കത്തി മാറത്തില്ല. ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു പാറക്കല്ലാണ്. ഇത് നമ്മൾ 2 പാറക്കല്ല് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം പാറക്കല്ല് എത്രയൊക്കെ പശ ഒട്ടിച്ചാലും അത് ഇളകിപ്പോവും, അത് ഒരിക്കലും ഇരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു പാറക്കല്ല് കണ്ടോ, നമ്മുടെ ആ ഒരു 2 പാറക്കല്ലും നമ്മൾ നല്ല ആ ഒരു അടിപൊളിയായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു പെട്രോൾ കൊണ്ടുള്ള പശ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാറക്കല്ല് ഒട്ടിച്ചിരിക്കുന്നത്. രണ്ടായിട്ട് അത് എത്രയൊക്കെ നമ്മൾ ഇളക്കി മാറ്റാൻ ശ്രമിച്ചാൽ പോലും ഈ ഒരു പാറക്കല്ലിനകത്ത് നിന്ന് രണ്ടിനകത്തും വിട്ടുമാറില്ല. അത്രമാത്രം ശക്തിയിലാണ് ഈ ഒരു സാധനം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ടാങ്ക് വരെ, നമ്മൾ പൊട്ടിപ്പോയ ടാങ്ക് വരെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഈ പറയുന്ന പെട്രോൾ വെച്ചും അതുപോലെ തന്നെ നമ്മുടെ ഒരു തെർമോക്കോൾ വെച്ചും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. വളരെ സിമ്പിൾ കാര്യം തന്നെയാണ്. ഒരിക്കലും കൊച്ചു കുട്ടികൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം പെട്രോൾ വെച്ചുള്ള കളിയായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മുതിർന്നവരാണെങ്കിലും മാസ്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ, പെട്രോളിൻ്റെ കാര്യമായതുകൊണ്ട്. കാരണം നമുക്ക് ശ്വാസകോശത്തിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും പെട്രോൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അപ്പം ജസ്റ്റ് നിങ്ങളെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യം തന്നെയായിരിക്കും. ഈ പാറക്കല്ല് ഒരു ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമസ്കാരം.